അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സാലിഹീൻ 125. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. 251 ഹദീസ്. عن عائشة رضي الله عنها قالت سمع رسول الله صلى الله عليه وسلم صوت خصوم بالباب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വാതിൽക്കൽ ഒരു തർക്കത്തിന്റെ ശബ്ദം കേട്ടു. ആലിയത്തൻ അസ്വാത്തുഹുമ, തർക്കിക്കുന്ന രണ്ടുപേരുടെയും ശബ്ദം വല്ലാതെ ഉയർന്ന നിലക്ക് തന്നെ. വൈദൻ, ആ സമയത്ത് അഹദുഹുമ, രണ്ടിലൊരാൾ, യസ്തൗദിഉൽ ആഖറ, മറ്റേയാളോട് എന്തെങ്കിലും കുറച്ചു തരാൻ പറയുന്നു. വയസ്തർഫിഖുഹു ഫീ ഷൈഇൻ, ഒരു കാര്യത്തിൽ അയാളോട് വളരെ മയം ചെയ്യാൻ വേണ്ടിയും ആവശ്യപ്പെടുന്നു. അതായത് കടം കൊടുത്ത ഒരാളും വാങ്ങിയ ആളും, വാങ്ങിയ ആള് കൊടുത്ത ആളോട് ഇപ്പം എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാനും അതേപോലെ തന്നെ കുറച്ചൊന്ന് മയം ചെയ്യാനും ആവശ്യപ്പെടുകയാണ്. ആ ശബ്ദം രണ്ടുപേരുടെയും തമ്മിലുള്ള തർക്കം അതങ്ങ് വലുതായി. വഹുവ യഖൂലു, അപ്പോൾ അയാൾ പറയുന്നു, അതായത് കടം കൊടുത്ത ആൾ പറയണു, വല്ലാഹി ലാ അഫ്അലു, പടച്ചോനെ തന്നെയാണ് ഞാൻ ചെയ്യില്ല എന്ന്. ഫഖറജ അലൈഹിമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അവർ രണ്ടുപേരുടെയും അടുത്തേക്ക് റസൂലുള്ള പുറപ്പെട്ടു വന്നു. ഫഖാല, എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഐനൽ മുതആല്ലി അലല്ലാഹ്, അല്ലാഹുവിന്റെ മേലിൽ സത്യം ചെയ്തു പറഞ്ഞയാളെവിടെ? ലാ യഫ്അലുൽ മഅറൂഫ, നന്മ ചെയ്യില്ലെന്ന് സത്യം ചെയ്തു പറഞ്ഞ ആളെവിടെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനാണത്. ഫലഹു അയ്യ ദാലിക അഹബ്ബ, അയാൾക്ക് അയാൾ ഉദ്ദേശിക്കുന്നത് ഏതാണോ അതുണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ അടുക്ക് നടന്ന സംഭാഷണത്തിന്റെ റിസൾട്ടാണ് ആ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മ ചെയ്യില്ല എന്ന് അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തത് ആരാന്ന് ചോദിച്ചിട്ട് അത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ പറയാൻ പാടില്ല. ഞെരുക്കമുള്ള ഒരാൾക്ക് എളുപ്പം ചെയ്തു കൊടുക്കണം. സാവകാശം കൊടുക്കുക എന്നുള്ളത് എളുപ്പമാണ്. മുഴുവൻ തരണ്ട, കുറച്ച് തന്നാൽ മതി എന്ന് പറയാലും മറ്റൊരു രീതിയാണ്. ഇതിൽ ഏതാണോ പറ്റണത് അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം. ചെയ്തു കൊടുക്കൂല എന്ന് അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നബി തങ്ങളുടെ വാക്ക് അംഗീകരിക്കുകയും അപ്പോൾ തന്നെ പറയുകയും ചെയ്തു, മൂപ്പർക്ക് ഏതാ വേണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. അതായത് പൈസ കുറച്ചു കൊടുക്കണമെങ്കിൽ കുറച്ചു കൊടുക്കാം, അല്ല സാവകാശം കൊടുത്താൽ മതിയെങ്കിൽ അത് ചെയ്യാം. കേട്ടോ, അപ്പോൾ ഇവിടെ രണ്ട് കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, രണ്ടാളുടെ ഇടയിൽ പ്രശ്നമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസം വിന ഇടപെട്ടുകൊണ്ട് മസ്ലഹത്തിന് വേണ്ടി, സുൽഹിന് വേണ്ടി ശ്രമിച്ചു എന്നത്. രണ്ടാമത്തത്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നന്നായിട്ട് കത്തി നിൽക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആ വിഷയത്തിൽ ഒരു മധ്യസ്ഥത വഹിച്ചപ്പോൾ, നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്തപ്പോൾ ആ റെക്കമെൻഡ് സ്വീകരിക്കാൻ നേരത്തെ സത്യം ചെയ്ത് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾ പോലും അദ്ദേഹം അതിനുവേണ്ടി വഴങ്ങിക്കൊടുത്ത നബി തങ്ങളുടെ കൽപ്പനയോട് പ്രതികരിച്ച ആ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണത്തിന്റെ രീതി, ഇതൊക്കെ നമ്മളെല്ലാവരും ജീവിതത്തിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ആളുകൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുന്നതിന്റെ പ്രാധാന്യം ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. 252 ഹദീസ്. عن أبي العباس سهل بن سعد الساعدي رضي الله عنه, സഹൽ ബിൻ സഅദ് സാഇദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം നബി സല്ലല്ലാഹു തങ്ങൾ ബലഗഹു, തങ്ങൾക്ക് വിവരം കിട്ടി, അന്ന ബനി അംർ ബിൻ ഔഫിൻ, അംർ ബിൻ ഔഫിന്റെ ഗോത്രം, കാന ബൈനഹും ഷർറുൻ, അവർക്കിടയിൽ ഒരു കുഴപ്പം നടക്കുന്നുണ്ട് എന്ന് വിവരം കിട്ടി. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ പുറപ്പെട്ടു, യുസ്ലിഹു ബൈനഹും, അവർക്കിടയിൽ യത്നിപ്പുണ്ടാക്കാൻ വേണ്ടി, യോജിപ്പുണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഫി ഉനാസിൻ മഅഹു, തങ്ങളോട് കൂടെയുള്ള ചില ആളുകളുടെ കൂട്ടത്തിൽ. അതായത് നബി സല്ലല്ലാഹു സ്വന്തം പോയില്ല, കുറച്ച് ആളെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ ഫഹുബിസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു തങ്ങൾ അവിടെ തടയപ്പെട്ടു പറഞ്ഞാൽ റസൂലുള്ളാഹി സുൽഹൊക്കെ ഉണ്ടാക്കി, ആൾക്കാരുടെ പ്രശ്നമൊക്കെ തീർന്നു, എല്ലാവരും സന്തോഷമായി. അപ്പൊ ആ നാട്ടുകാർ, ആ ഗോത്രക്കാരെന്ത് പറഞ്ഞു? തങ്ങളിന് ഭക്ഷണം കഴിച്ചേ പോകാവൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്, അല്ലാതെ തടഞ്ഞു വെച്ചു പറഞ്ഞത് ഒരു ഖരാബോ ചെയ്യുന്ന ഒരു രീതിയിൽ തടഞ്ഞു വെച്ചു എന്നല്ല, മനസ്സിലായില്ലേ? സൽക്കരിക്കാൻ വേണ്ടിയിട്ട് അവർ സന്തോഷത്തോടു കൂടെ നബി തങ്ങളെ വിഷമൊക്കെ പരിഹരിച്ചപ്പോ ആ സന്തോഷത്തോടെ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തങ്ങൾ സൽക്കരിക്കാൻ വേണ്ടി അവർ തടഞ്ഞു വെച്ചു.
അങ്ങനെ വഹാനത്തി സ്വലാത്തു നിസ്കാരത്തിന്റെ സമയമായി. ഫജാഅ ബിലാലുൻ അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു ഇലാ അബൂബക്കർ റളിയല്ലാഹു അൻഹുമാ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ഫഖാല എന്നിട്ട് പറഞ്ഞു യാ അബൂബക്കറിൻ ഓ അബൂബക്കർ തങ്ങളെ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഹുബിസ വഹാനത്തി സ്വലാത്തു തങ്ങൾ അവിടെ തടയപ്പെട്ടിരിക്കുന്നു. ചാൽ തങ്ങൾ ഇപ്പൊ തന്നെ എത്താൻ കഴിയില്ല, നിസ്കാരത്തിന്റെ സമയം ആവുകയും ചെയ്തിരിക്കുന്നുവല്ലോ. ഫഹല്ലക്കാൻത ഉമ്മന്നാസ് അതുകൊണ്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ഇമാമ് നിൽക്കാനാവോ എന്ന് ചോദിച്ചു. കാല അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു ഞാൻ മിൻഷിത്ത നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഇമാമ് നിസ്കരിച്ചോളാം, റസൂലുള്ളാഹല്ലോ അതുകൊണ്ട്. അങ്ങനെ ഫഖാമ ബിലാലുൻ സ്വലാഹ് ബിലാൽ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് ബാങ്ക് കൊടുത്തു. തഖദ്ദമ അബൂബക്കറിൻ ഇഖാമത്ത് കൊടുത്തു. ഫതഖദ്ദമ അബൂബക്കറിൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് നിന്നു. അങ്ങനെ ഫകബ്ബറ വകബ്ബറ അന്നാസ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി, ജനങ്ങളും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി. അപ്പോഴതാ വജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി ഫി സുഫൂഫി സഫുകളിലേക്ക് നടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഹത്താ ഖാമ ഫി സഫി അങ്ങനെ നടന്ന് സഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നു. അപ്പൊ റസൂലുള്ളാഹി വന്നു എന്ന് മനസ്സിലാക്കിയ സഹാബത്ത് ഫഅഖദന്നാസു ഫി തസ്ഫീഖ് ജനങ്ങൾ കൈയൊട്ടാൻ തുടങ്ങി. വക്കാന അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ലായൽ തഫിദു ഫി സ്വലാത്തിഹി തന്റെ നിസ്കാരത്തിൽ എങ്ങോട്ടും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നു. അങ്ങനെ ഫലമ്മാ അക്സറന്നാസു തസ്ഫീഖ ജനങ്ങൾ കൈയടിക്കലിനെ വർദ്ധിപ്പിച്ചപ്പോൾ ഇൽതഫത്ത മുഖം കൊണ്ട് മാത്രം മഹാനവകൾ തിരിഞ്ഞു. കഅബയിൽ നിന്ന് നെഞ്ച് തെറ്റിയാൽ നിസ്കാരം ബാത്തിലാവുമല്ലോ, അപ്പൊ അത് തെറ്റാത്ത വിധത്തിൽ മുഖം കൊണ്ട് മാത്രം തിരിഞ്ഞു നോക്കി. അപ്പോ ഫൈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു തങ്ങൾ അതാ നിൽക്കുന്നു സഫിൽ. ഫഅശാറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ നബി സ്വല്ലല്ലാഹു തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ആംഗ്യം കാണിച്ചു, അവിടെ തന്നെ നിന്ന് നിസ്കരിച്ചോ. പക്ഷേ ഫറഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു യദഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ ഉയർത്തി ഫഹമിദല്ലാഹ് എന്നിട്ട് അല്ലാഹുവിനെ സ്തുതിച്ചു. നിസ്കാരത്തിൽ തന്നെ വറജഅൽ ഖഹ്ഖറ എന്നിട്ട് പുറകോട്ട് മടങ്ങി. പുറകോട്ട് ഇങ്ങനെ നിന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പിന്നെ ഫറജഅൽ ഖഹ്ഖറ വറാഅഹു നബി സ്വല്ലല്ലാഹു തങ്ങളുടെ പിന്നിലേക്ക് പുറകോട്ട് പിന്നോട്ട് മടങ്ങി. ഹത്താ ഖാമ ഫി സഫി അങ്ങനെ താൻ സഫിൽ നിന്നു. ഫതഖദ്ദമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ മുന്നോട്ട് നിൽക്കുകയും ഫസല്ലാ ലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഫലമ്മാ ഫറഗ നിസ്കാരം കഴിഞ്ഞപ്പോൾ അഖ്ബല അലന്നാസി ജനങ്ങൾക്ക് നേരെ റസൂലുള്ളാഹി തിരിഞ്ഞു വന്നിട്ട് ഫഖാല തങ്ങൾ പറഞ്ഞു അയ്യുഹന്നാസോ ജനങ്ങൾക്ക് ഓ ജനങ്ങളെ മാലക്കും ഹീന നാബക്കും ഷൈഉൻ ഫി സ്വലാ നിങ്ങൾക്ക് എന്തു പറ്റി, നിങ്ങൾക്ക് നിസ്കാരത്തിൽ ഒരു സംഭവം പുതുതായി ഉണ്ടായപ്പോ അഹത്തും ഫി തസ്ഫീഖി നിങ്ങൾ കൈയടിക്കാൻ തുടങ്ങിയതെന്തേ? ഇന്നമ തസ്ഫീഖു ലിന്നിസായി കൈയടിക്കൽ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾക്ക് വല്ല പ്രശ്നം ഉണ്ടായാൽ മന്നാബഹു ഷൈഉൻ ഫി സ്വലാത്തിഹി നിസ്കാരത്തിൽ എന്തെങ്കിലും പുതിയതായിട്ടൊരു ഇഷ്യൂ ഉണ്ടായാൽ ഫല്യഖുൽ സുബ്ഹാനല്ലാഹ് അവൻ സുബ്ഹാനല്ലാഹ് എന്ന് പറയട്ടെ. ദിക്ർ ചൊല്ലാൻ വേണ്ടത് പുരുഷന്മാർ, സ്ത്രീകളാണ് കൈയടിക്കാൻ വേണ്ടത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നഹു ലാ യസ്മഉഹു അഹദുൻ ഹീന യഖൂലു സുബ്ഹാനല്ലാഹ് കാരണം നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് കേൾക്കുന്ന സമയത്ത് ഇല്ലൽതഫത്ത് അവൻ തിരിഞ്ഞു നോക്കാൻ നടക്കൂല, എന്തുകൊണ്ടായിട്ടുണ്ട് പുറത്തു നിന്നുള്ള ആൾക്ക്. യാ അബൂബക്കറിൻ ഓ അബൂ എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു യാ അബൂബക്കറിൻ അബൂബക്കറെ മാ മനഅക തുസല്ലിയ ബിന്നാസി ഹീന അശർതു ഇലൈക നിങ്ങളിലേക്ക് ഞാൻ സൂചന തന്നപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജനങ്ങൾക്ക് ഇമാമായി നിസ്കാരം പൂർത്തിയാക്കി കൂടായിരുന്നു? നിങ്ങൾ എന്തേ ചെയ്യാതിരുന്നത്? നിങ്ങൾ എന്തേ പുറകോട്ട് മാറിയത്? ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു മാ കാന യംബഗി ലിബ്നി അബി ഖുഹാഫ അബൂ ഖുഹാഫന്റെ മോന് പറ്റിയതല്ല നബിയെ അയ്യുസല്ലിയ ബിന്നാസി ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കൽ ബൈനയദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നില് തങ്ങളുണ്ടാവുമ്പോ തങ്ങളെ മുന്നിൽ നിന്ന് ഞാൻ നിസ്കരിക്കാന്ന് പറഞ്ഞാൽ അത് പറ്റിയ പണിയല്ല, അതുകൊണ്ടാണ് ഞാൻ പുറകിലേക്ക് മാറിയത് എന്ന് പറഞ്ഞു. രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കണം. ഒന്നെന്താണ്, ജനങ്ങൾക്ക് ഒരു ഗോത്രക്കാർക്കിടയിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവര് ആവശ്യപ്പെടാനൊന്നും നിൽക്കാതെ ആ പ്രശ്നമുള്ള സ്ഥലത്തേക്ക് റസൂലുള്ളാഹി അങ്ങോട്ട് പോവുകയാണ് ആൾക്കാരെ കൂട്ടിയിട്ട്. എന്നിട്ട് അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുകയാണ്. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ വല്ല വിഷയങ്ങളുണ്ടാകുമ്പോൾ ആ ഇഷ്യൂസ് വരുന്ന സമയത്ത് തന്നെ അത് വർദ്ധിപ്പിക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുക എന്നത് മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടാകുമ്പോൾ അത് പരമാവധി പിന്നെ വ്യാപിക്കട്ടെ, അതിനുശേഷം നോക്കാം എന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതേപോലെ സഹാബത്ത് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന പ്രാധാന്യം നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി വന്നപ്പോൾ പോലും എന്ത് ചെയ്തില്ല, അവര് സിദ്ദീഖ് തങ്ങളെ ഇമാമായിട്ട് തുടരാൻ അനുവദിച്ചില്ല. ഉണ്ടാകുന്ന അവർ കൈയടിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
നബിതങ്ങൾക്ക് ആംഗ്യം കാണിച്ചിട്ടും നിസ്കാരം തുടരാൻ പറഞ്ഞിട്ടും റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ടില്ല. ഇവിടെ വാക്ക് കേട്ടില്ല എന്ന് പറഞ്ഞത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധിക്കാരാണോ? അല്ല, അദബ് പാലിക്കുക എന്നുള്ളതിന് എന്തിനേക്കാൾ പ്രാധാന്യമുണ്ട്? നിയമത്തിന് വഴങ്ങുക എന്നുള്ളതിനേക്കാളും പ്രാധാന്യമുണ്ട് എന്നതിനേക്കെല്ലാം സൂചന നൽകുന്നുണ്ട്. അള്ളാഹു നമുക്കെല്ലാം സൽസ്വഭാവങ്ങൾ നിലനിർത്താൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.